ഹായ് ഗൈസ്, ഇന്ന് നമുക്ക് നല്ലൊരു ഓണസദ്യ സ്റ്റൈൽ രസം ഉണ്ടാക്കിയാലോ. രസം ഉണ്ടാക്കാനുള്ള പാത്രം അടുപ്പ് ഓഫ് ചെയ്ത് അടുപ്പിൽ വെക്കുക. ഒരു നെല്ലിക്ക സൈസ് പുളി കുതിർത്ത വെള്ളമാണിത്. ആദ്യം ഈ പുളിവെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരു 1.5 കപ്പ് കാണും. അതിൽ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടീസ്പൂൺ കശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ ജീരകപ്പൊടി, കായം ഒരു 1/4 ടീസ്പൂൺ മതിയാവും കേട്ടോ. ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചതും കൂടെ ഇട്ട് കൊടുക്കാം. ഇത് നമുക്ക് എരിവിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒരു ചെറിയ തക്കാളി 4 6 കഷ്ണങ്ങളായി മുറിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. എല്ലാം നന്നായി മിക്സ് ചെയ്ത് അടച്ച് വെച്ച് സ്റ്റവ് ഓൺ ചെയ്ത് വേവിക്കുക. തക്കാളി ഒന്ന് വെന്ത് വരുമ്പോൾ സാമ്പാർ പരിപ്പ് വേവിച്ച വെള്ളമാണിത്. അതിൽ കുറച്ച് പരിപ്പ് ഉണ്ട് കേട്ടോ. ഇത് നമുക്ക് പതുക്കെ ഇതിൽ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി എല്ലാം കൂടെ മിക്സ് ചെയ്ത് കൊടുക്കുക. അതിൽ ചതച്ച വെളുത്തുള്ളി ആഡ് ചെയ്ത് കൊടുക്കാം. മല്ലിയില കൈ കൊണ്ട് മുറിച്ചിട്ടതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ഇളക്കി ഇതിലേക്ക് ഉപ്പും കുരുമുളകിൻ്റെ ടേസ്റ്റിനനുസരിച്ച് അതും കൂടെ ചേർത്ത് ലാസ്റ്റായിട്ട് ടേസ്റ്റ് നോക്കി അഡ്ജസ്റ്റ് ചെയ്യാം. എന്നിട്ട് ഇത് നന്നായി തിളപ്പിക്കാം. തിള വരുമ്പോഴത്തേക്കും ഇത് ഓഫ് ചെയ്യാം. ഇനി നമുക്ക് രസത്തിന് കടുക് വറക്കാം. ചൂടായ എണ്ണയിലേക്ക് കുറച്ച് കടുകിട്ട് പൊട്ടിക്കാം. എന്നിട്ട് വറ്റൽ മുളക് കൂടെ ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്യാം. എന്നിട്ട് ഇതെടുത്ത് നമ്മളുടെ രസത്തിലേക്ക് പതുക്കെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കുക. നമ്മളുടെ രസം ഇവിടെ റെഡിയാണ്. ഈ രസം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ബൈ.